മലയാള സിനിമയിലെ ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ എന്ന വിശേഷണത്തിന് തികച്ചും അർഹയാണ് ജയഭാരതി. ജയഭാരതി ശരീര സൗന്ദര്യം പ്രദർശിപ്പിക്കുന്നതിൽ വിമുഖത കാട്ടാത്ത നടിയാണ്. അതോടൊപ്പം തന്നെ നല്ല അഭിനേത്രിയും കൂടിയാണ്. ജയഭാരതി ബോൾഡായി അഭിനയിച്ച സിനിമകളിൽ ഒന്നാണ് രതിനിർവേദം, മറ്റൊന്ന് ഇതാ ഇവിടെ വരെ. ഇതാ ഇവിടെ വരെയിൽ അർദ്ധനഗ്നയായി ജയഭാരതി അഭിനയിച്ചു. മറ്റൊരു ചിത്രം പുനർജന്മമാണ്. ക്ലാസിക് ചിത്രം എന്ന് തന്നെ ഇതിനെ വിശേഷിപ്പിക്കാം. 1972 പുറത്തിറങ്ങിയ പുനർജന്മം A.T. കോവൂറിൻ്റെ കഥയാണ്. A.T. കോവൂർ പ്രശസ്ത മനഃശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ എഴുതിയ മനഃശാസ്ത്ര കുറിപ്പുകളാണ് പുനർജന്മമായി മാറിയത്. ഈഡിപ്പസ് കോംപ്ലക്സ് എന്ന മാനസിക വൈകല്യമാണ് ഈ ചിത്രത്തിലെ ചർച്ചാ വിഷയം. നായകനായ അരവിന്ദനെ അവതരിപ്പിച്ചത് നസീർ, നായികയായ രാധയെ അവതരിപ്പിച്ചത് ജയഭാരതി. ഇതിൽ മറ്റൊരു കഥാപാത്രം കൂടിയുണ്ട്, അരവിന്ദൻ്റെയും രാധയുടെയും വീട്ടുജോലിക്കാരി. ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചത് സുജാത പിന്നീട് തമിഴിലും തെലുങ്കിലും വലിയ നടിയായി മാറി. മലയാളത്തിലും IV ശശി ചിത്രങ്ങളിൽ സുജാത സജീവമായി അഭിനയിച്ചു. എന്തായാലും സുജാത പുനർജന്മത്തിൽ ജയഭാരതിയെ തോൽപ്പിച്ചു എന്ന് തന്നെ പറയാം. അഭിനയം കൊണ്ടല്ല, ശരീര പ്രദർശനം കൊണ്ട് ജയഭാരതിയെ തോൽപ്പിച്ചു. സെക്സിന് ധാരാളം അവസരങ്ങളുള്ള, അല്ലെങ്കിൽ ധാരാളം അവസരങ്ങൾ വേണ്ട സിനിമയായിരുന്നു പുനർജന്മം. അരവിന്ദൻ ഭാര്യയായ രാധയെ പ്രാപിക്കാൻ ഒരുങ്ങുമ്പോൾ രാധ തൻ്റെ അമ്മയാണെന്ന് അയാൾക്ക് തോന്നുന്നു. അയാളുടെ രതിജീവിതം തകിടം പറയുന്നു. തനിക്ക് പുരുഷത്വമുണ്ടോ, താനൊരു പുരുഷനാണോ എന്ന ചിന്ത അരവിന്ദനെ അലട്ടുന്നു. അങ്ങനെ അത് പരീക്ഷിക്കാൻ വേണ്ടി അരവിന്ദൻ വീട്ടുജോലിക്കാരിയായ സുജാത അവതരിപ്പിക്കുന്ന കഥാപാത്രത്തെ ഭോഗിക്കുന്നു. ഇരുവരും തമ്മിലുള്ള രതിരംഗത്ത് സുജാത കൈമൈ മറന്ന് അഭിനയിച്ചു. പ്രേം നസീറും സുജാതയും തമ്മിലുള്ള ഈ രതിരംഗം പുനർജന്മത്തിൻ്റെ ഹൈലൈറ്റായി മാറി. എന്തായാലും പുനർജന്മം ഒരു വഴിത്തിരിവിലേക്ക് പോകുന്നതും ഈ രതിരംഗത്തിലൂടെയാണ്. ഇത് പ്രേം നസീറിൻ്റെ ഭാര്യയായി അഭിനയിക്കുന്ന ജയഭാരതി കാണുന്നു. അത് സംഘർഷത്തിലേക്ക് വഴുതി മാറുന്നു. ഒടുവിൽ ഒരു മനഃശാസ്ത്രജ്ഞൻ്റെ അടുത്തെത്തി അവർ പ്രേം നസീർ അവതരിപ്പിക്കുന്ന അരവിന്ദൻ എന്ന കഥാപാത്രവും ജയഭാരതി അവതരിപ്പിക്കുന്ന രാധ എന്ന കഥാപാത്രവും ഒരു മനഃശാസ്ത്രജ്ഞൻ്റെ അടുത്തെത്തുകയും മനഃശാസ്ത്രജ്ഞൻ പ്രേം നസീറിൻ്റെ ഈഡിപ്പസ് കോംപ്ലക്സ് എന്ന മാനസിക പ്രശ്നത്തെ മാറ്റിക്കൊടുക്കുകയും ചെയ്യുന്നു. A.T. കോവൂർ തന്നെയാണ് മനഃശാസ്ത്രജ്ഞനായി ഈ ചിത്രത്തിൽ അഭിനയിച്ചത്. എന്തായാലും ജയഭാരതിയെ വെല്ലുന്ന ശരീര പ്രദർശനമാണ് ഈ ചിത്രത്തിൽ സുജാത നടത്തിയത്. സുജാതയെ തമിഴ് സിനിമയിലേക്ക് ബുക്ക് ചെയ്യാനുള്ള, അല്ലെങ്കിൽ തമിഴ് സിനിമ ഇൻഡസ്ട്രി സുജാതയെ ശ്രദ്ധിക്കാനുള്ള കാരണവും പുനർജന്മം എന്ന ചിത്രമാണ്. പിന്നീട് തമിഴിൽ രജനീകാന്തിൻ്റെയും കമൽഹാസൻ്റെയും ഒക്കെ നായികയായി സുജാത തിളങ്ങി. ശിവാജി ഗണേശൻ്റെയും നായികയായിട്ടുണ്ട് സുജാത. അങ്ങനെ തമിഴിൽ അവർ സൂപ്പർ താരമായി മാറി. മലയാളത്തിലും നല്ല റോളുകൾ കിട്ടുമ്പോൾ അവർ വന്ന് അഭിനയിച്ചു. എന്തായാലും പുനർജന്മം മലയാളത്തിലെ ഇറോട്ടിക് സൈക്കിക് ത്രില്ലർ എന്ന ശ്രേണിയിൽ പെടുത്താവുന്ന ആദ്യത്തെ ചിത്രമാണ്. സെക്സും മനഃശാസ്ത്ര സങ്കീർണതകളും ഒക്കെ ഇഴ ചേർന്ന് കിടക്കുന്ന ഒരു കഥയാണ് പുനർജന്മം. മഞ്ഞുലാസാണ് ഈ ചിത്രം നിർമ്മിച്ചത്. KS സേതുമാധവനാണ് ചിത്രം സംവിധാനം ചെയ്തത്. സെക്സിനെ എങ്ങനെ മനോഹരമായി അവതരിപ്പിക്കാം എന്നതിന് ഒരു പാഠപുസ്തകം കൂടിയാണ് പുനർജന്മം. ഈ ചിത്രത്തിൽ അരവിന്ദൻ്റെയും രാധയുടെയും കാമകേളികൾ വിഫലരതിയിൽ, അല്ലെങ്കിൽ അരവിന്ദന് രാധയെ പ്രാപിക്കാനാവാത്ത അവസരം, അത് കാണിക്കുന്നത് കടൽ തിരമാലകൾ അലയടിച്ചെത്തുകയും പിന്നീട് അലയൊടുങ്ങി ഒന്നുമാകാതെ പോവുകയും ചെയ്യുന്ന ദൃശ്യത്തിലൂടെയാണ്. അങ്ങനെ മനോഹരമായ ഒരു ഇറോട്ടിക് സൈക്കിക് ത്രില്ലറാണ് പുനർജന്മം.
പുനർജന്മം കാണാത്ത പുതുതലമുറയിലെ ന്യൂജൻ പുതുതലമുറക്കാർ ആ ചിത്രം ഒന്ന് കണ്ടു നോക്കണം. പഴയ തലമുറയ്ക്ക് അറിയാം പുനർജന്മം, പക്ഷേ പുതിയ തലമുറയ്ക്ക് തികച്ചും അജ്ഞാതമാണ് പുനർജന്മം എന്നാണ് ഞാൻ കരുതുന്നത്.